നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. അർത്ഥശാസ്ത്രമിദം പുണ്യം ധർമ്മശാസ്ത്രമിദം പരം മോക്ഷശാസ്ത്രമിദം പ്രോക്തം വ്യാസേനാമിതബുദ്ധിനാ. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ശ്രീമദ് ഭഗവത്ഗീതയുടെ 16-ാമത് അധ്യായം ദൈവാസുര സമ്പദ് വിഭാഗ യോഗമാണ്. സമസ്ത ചരാചരങ്ങളുടെയും ഉള്ളിൽ ഇരുന്നുകൊണ്ട് അവയുടെ അടിസ്ഥാന സ്വഭാവത്തെ രൂപപ്പെടുത്തുന്ന അനാദിയായിട്ടുള്ള വാസനാസമ്പത്താണ് അത്. അതിനെ പൊതുവിൽ ദൈവം എന്നും ആസുരമെന്നും രണ്ടായി തിരിക്കാം. ദൈവ സ്വഭാവം, ദൈവീ സ്വഭാവം എന്തെന്തൊക്കെ പ്രത്യേകതകൾ ഉൾക്കൊള്ളുന്നു എന്നും വ്യാസഭഗവാൻ അവിടെ തന്നെ ആ 16-ാമത് അധ്യായത്തിൽ തന്നെ നമ്മെ കേൾപ്പിക്കുന്നുണ്ട്. ആസുരീ സമ്പത്ത് ഏതെല്ലാം സ്വഭാവവിശേഷങ്ങളോട് കൂടിയതാണ് എന്നും അദ്ദേഹം നമ്മെ വിശദമാക്കി കേൾപ്പിക്കുന്നുണ്ട്. അത് തന്നെയാണ് നമുക്ക് കഥാപാത്രങ്ങളുടെയും കഥാസന്ദർഭങ്ങൾ രൂപത്തിൽ നമ്മുടെ മുന്നിൽ അദ്ദേഹം പകർന്നു തരുന്നത്. അങ്ങനെയുള്ള ആ കഥാപാത്രങ്ങളെയും കഥാസന്ദർഭങ്ങളെയും നാം നേരിട്ട് പഠിക്കുമ്പോഴാണ് ഗീതയിൽ പറഞ്ഞു വച്ചിരിക്കുന്നതായ തത്വങ്ങളുടെ അർത്ഥമണ്ഡലങ്ങൾ നമുക്ക് വ്യക്തമായി തീരുന്നത്. ദൈവീ സമ്പത്തിനെ വ്യാസഭഗവാന്റെ സമ്പ്രദായത്തിൽ നാം പഠിക്കുകയായിരുന്നു. അഭയം സത്വസംശുദ്ധി ജ്ഞാനയോഗവ്യവസ്ഥിതി ദാനം ദമശ്ച യജ്ഞശ്ച സ്വാധ്യായസ്തപ ആർജവം എന്നിങ്ങനെ ദൈവീ സമ്പത്തിനെ അദ്ദേഹം വിശദീകരിച്ചു പോകുന്നുണ്ട്. അതിൽ ദാനവും ദമവും വരെയുള്ളതായ ആ സവിശേഷതകൾ ഭഗവാൻ ഈ മഹാഗ്രന്ഥത്തിൽ എങ്ങനെയൊക്കെ കഥാരൂപത്തിൽ അവതരിപ്പിച്ചു എന്ന് നാം വളരെ വേഗത്തിൽ ഒരു പര്യടനം നടത്തി കണ്ടുകഴിഞ്ഞു. ഇനി യജ്ഞം എന്നുള്ളതായ ദൈവീ സമ്പത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അതിനു മുമ്പ് ഒരു കാര്യം കൂടി ഇവിടെ പറയുവാൻ ആഗ്രഹിക്കുന്നു. ദമം എന്നുള്ളതായ ദൈവീ സമ്പത്തിനെ വിശദീകരിക്കുമ്പോൾ അവിടെ വ്യാസഭഗവാൻ അനേകം കഥകൾ മഹാഭാരതത്തിൽ അതിനു വേണ്ടിയിട്ട് രചിക്കുന്നുണ്ട്. എല്ലാ കഥകൾക്കകത്തും ഇതെല്ലാം പല അളവിൽ പല പ്രകാരത്തിൽ കടന്നു വരുന്നുമുണ്ട്. അതുകൊണ്ട് ധാരാളം ഉദാഹരണങ്ങളാണ് നമുക്ക് ഇതിനകത്ത് ലഭിക്കുക. അതിൽ നിന്ന് മഹാഭാരതത്തിലെ ആദിപർവത്തിലുള്ള പാണ്ഡവന്മാര് അരക്കില്ലത്തിൽ നിന്ന് രക്ഷപ്പെട്ട് കാനനത്തിലൂടെ യാത്ര ചെയ്യുമ്പോഴുള്ള ഒരു കാര്യം മാത്രമാണ് കഴിഞ്ഞ ദിവസം ഉദാഹരണമായി ചൂണ്ടിക്കാണിച്ചത്. അവിടെ ഭീമസേനൻ തന്റെ സഹോദരങ്ങളും അമ്മയും ഇങ്ങനെ കാട്ടിൽ വെറും നിലത്ത് കിടന്നുറങ്ങുന്നത് കണ്ടിട്ട് വ്യസനിക്കുന്ന ഭാഗം നാം കണ്ടു. ഭീമന്റെ ചിന്തകൾ നാം കേട്ടു. അവിടെ ഭീമൻ പറയുന്നു യുധിഷ്ഠിര മഹാരാജാവിനെ കുറിച്ച് അദ്ദേഹം ധർമ്മനിഷ്ഠനാണ് എന്ന്, ധർമ്മത്തിൽ നിന്ന് വ്യതിചലിക്കാത്തവനാണ് എന്ന്. അവരുടെ ജീവിതത്തിന്റെ ആരംഭത്തിലെ യുധിഷ്ഠിരൻ ധർമ്മത്തിൽ അടിയുറച്ചു നിൽക്കുന്നവനാണ് എന്ന് എല്ലാവരാലും അറിയപ്പെട്ടു കഴിഞ്ഞിരുന്നു. അതുതന്നെയാണ് ഭീമന്റെയും വാക്കുകളിലൂടെ നാം കേൾക്കുന്നത്. അവിടെ ചില സംശയങ്ങൾ പലർക്കും ഉണ്ടാകാം. അതിനുള്ളതായ ഉത്തരം കഴിഞ്ഞ ദിവസം തന്നെ ലഘുവായിട്ട് ഇങ്ങനെ സൂചിപ്പിച്ചിരുന്നു. യുധിഷ്ഠിരൻ ചൂത് കളിക്കാനിറങ്ങിയത്
അദ്ദേഹത്തിൻ്റെ ധർമ്മനിഷ്ഠയുടെ ലക്ഷണമാണോ എന്ന സംശയം ആരിലും ഉണ്ടാകും. അതുകൊണ്ടാണ് അല്പം ഒരു വിശദീകരണം അവിടെ കഴിഞ്ഞ ദിവസം തന്നെ നൽകിയത്. ആ ഒരു ചോദ്യം ഇന്നലെ കമന്റ് ബോക്സിൽ ലഭിച്ചതുകൊണ്ട് ഒന്നുകൂടി അത് വ്യക്തമാക്കുന്നു. ഈ പ്രകാരത്തിൽ നമ്മൾ ചോദിക്കുകയും അതേപോലെ ഉത്തരം കണ്ടെത്തുകയും ഒക്കെ ചെയ്യുമ്പോഴാണ് നമ്മുടെ ഈ പഠനം ജയപ്രദമായിട്ട് തീരുന്നത്. അതിനാൽ അത്തരം ചോദ്യങ്ങൾ എപ്പോഴും ആഗ്രഹിക്കുന്നു ഞാൻ. എന്തുകൊണ്ടെന്നാൽ അത് എനിക്കും ചിന്തിക്കാനുള്ളതായ അവസരത്തെ ഉളവാക്കും. ധാരാളം ശ്രോതാക്കൾക്ക് ഇന്ന് മാത്രമല്ല, ഇത് ഏറെക്കാലം ഈ ചാനലിൽ കിടക്കും. ഇത് തന്നെ സത്യാനന്ദ സംസ്കൃതിയിലേക്കും വരും. അത് എന്നും കിടക്കും അതിനകത്ത്. അപ്പോൾ അത് കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുന്ന ആളുകൾക്കും ആ ചോദ്യങ്ങളും ഉത്തരങ്ങളും പ്രയോജനപ്പെടും. യുധിഷ്ഠിരൻ ധർമ്മനിഷ്ഠനാണ്. ധർമ്മമേ ചെയ്യൂ എന്ന അദ്ദേഹത്തിന് നിർബന്ധമാണ്. പക്ഷേ ഒരു കാര്യമുണ്ട്, ധർമ്മനിഷ്ഠ എത്രമാത്രം ഉണ്ടായിരുന്നാലും ജീവിതത്തിലെ ചില പ്രത്യേക നിമിഷങ്ങളിൽ കടന്നുവരുന്ന സാഹചര്യങ്ങൾ പലപ്പോഴും പലരെയും പരിഭ്രമിപ്പിച്ചു എന്ന് വരും. ധർമ്മമേതെന്നറിഞ്ഞുകൂടാതെ അധർമ്മമേതെന്ന് വേർതിരിക്കാനാകാതെ ചിലപ്പോൾ ധർമ്മമെന്ന് കരുതിയിട്ട് അധർമ്മത്തെ പിടിച്ചു എന്ന് വരും. അതേപോലെ അധർമ്മമെന്ന് കരുതിയിട്ട് ധർമ്മത്തെ ഒഴിവാക്കിയെന്നും വരും. പൊതുവിൽ ഏതൊക്കെ കാര്യങ്ങളും വിചാരങ്ങളും പ്രവൃത്തികളും ഒക്കെയാണ് ധർമ്മം എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അത് സംസ്കാരം നിലനിൽക്കുന്ന എല്ലാ ജനസമൂഹങ്ങളിലും ആ പ്രകാരത്തിലുള്ളതായ അറിവുണ്ട്. അതേപോലെ അധർമ്മം ഏതൊക്കെയാണ് എന്നും പൊതുവിൽ എല്ലാവർക്കും അറിയാം. എങ്കിലും ചില നിമിഷങ്ങളിൽ ധർമ്മവും അധർമ്മവും വേർതിരിക്കാനാകാതെ കുഴങ്ങിപ്പോയി എന്നും വരാം. ധർമ്മത്തെ അധർമ്മമായും അധർമ്മത്തെ ധർമ്മമായും തെറ്റിദ്ധരിച്ചു എന്നും വരാം. യുധിഷ്ഠിരനെ ഏതു പ്രകാരത്തിലെങ്കിലും ചതിവിൽപ്പെടുത്തി അദ്ദേഹത്തിന്റെ അധികാരസ്ഥാനത്ത് നിന്നിട്ട് നിഷ്കാസനം ചെയ്യാനും രാജസൂയം നടത്തിയപ്പോഴേക്കും അദ്ദേഹത്തിന് കൈവന്നു ചേർന്നതായ ആ യശസ്സിനെ തകർത്ത് കളയാനും അന്ന് അദ്ദേഹത്തിന്റെ മുന്നിൽ വന്ന് കുമിഞ്ഞുകൂടിയതായ ആ സമ്പത്തിനെ കപടതന്ത്രത്തിൽ പിടിച്ചെടുക്കാനും അങ്ങനെ പാണ്ഡവന്മാരെ അപമാനിക്കാനും ചക്രവർത്തി പദം നേടിയിരിക്കുന്നു രാജസൂയത്തിലൂടെ യുധിഷ്ഠിരൻ. അതിനെ ഇല്ലായ്മ ചെയ്യാനും വേണ്ടിയിട്ട് രാജസൂയ യജ്ഞത്തിൽ നടന്നതായ അഭിമാനാർഹമായ കാര്യങ്ങൾ ഒക്കെ തനിക്ക് ദുഃഖതമാണ് എന്ന് സ്വയം ധരിച്ച് ദുര്യോധനൻ വിലപിക്കുന്നത് തൊട്ടടുത്ത് നമ്മൾ കാണും. എങ്ങനെയും യുധിഷ്ഠിരാദികളെ ചതിവിൽപ്പെടുത്താനുള്ള മാർഗം അമ്മാവനോട് ആലോചിക്കുമ്പോൾ, അമ്മാവനുണ്ട്, കൂട്ടുകാരനായ കർണനുണ്ട്, അനുജനായ ദുശാസനുണ്ട്. അമ്മാവൻ പറഞ്ഞു യുദ്ധം ചെയ്ത് അവരെ തോൽപ്പിക്കാനാവില്ല, അത്ര കണ്ട് കരുത്തന്മാരാണ് അവരെല്ലാവരും. എന്നാൽ യുദ്ധം കൂടാതെ കണ്ട് വളരെ എളുപ്പത്തിൽ അവരുടെ സമ്പത്ത് മുഴുവൻ ഞാൻ അപഹരിച്ചു തരാം, അവരെ ആപത്തിൽ പെടുത്തുകയും ചെയ്യാം. അത് ചൂതുകളിയാണ്, എനിക്ക് കള്ളച്ചൂത് കളിക്കാൻ അറിയാം. യുധിഷ്ഠിരൻ അതറിയില്ല. വെല്ലുവിളിച്ചാൽ യുധിഷ്ഠിരൻ ചാടിപ്പുറപ്പെടും. ദുര്യോധനന് വേണ്ടിയിട്ട് ഞാൻ കളിക്കും. അദ്ദേഹം പറയാണ്, അല്ലയോ രാജാവേ, ദുര്യോധനോട് പറയാണ്, നിനക്ക് വേണ്ടിയിട്ട് അങ്ങയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ കളിക്കും. അത് യുധിഷ്ഠിരൻ ആ സന്ദർഭത്തിൽ സമ്മതിക്കുകയും ചെയ്യും. ഇതിന്റെ ചതിവ് യുധിഷ്ഠിരന് മനസ്സിലാവില്ല. അതുകൊണ്ട് ചൂത് കളിക്കാൻ വേണ്ടിയിട്ട് യുധിഷ്ഠിരനെ വെല്ലുവിളിക്കുക. അങ്ങനെയാണ് ചൂത് കളിക്കാൻ വേണ്ടിയിട്ട് യുധിഷ്ഠിരനെ പാണ്ഡവരെ ആനയിക്കുന്നത്. ചൂതുകളി അരുത് എന്ന് വിതുരൻ യുധിഷ്ഠിരനോട് പറഞ്ഞു. യുധിഷ്ഠിരനെ വിളിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറഞ്ഞയച്ചത്
വിതുരനെയായിരുന്നു. ആ അവസരത്തിൽ മഹാരാജാവായ ധൃതരാഷ്ട്രനോട് തന്നെ വിതുരൻ പറഞ്ഞു, ഇത് അപകടമാണ്, കുടുംബത്തിൽ വിനാശമുണ്ടാക്കും, വലിയ യുദ്ധങ്ങൾക്കും അതേപോലുള്ള കലാപങ്ങൾക്കും ഒക്കെ കാരണമായി തീരും. അതിനാൽ ഒരിക്കലും ദുര്യോധനന്റെ ഈ അഭ്യർത്ഥനയെ അങ്ങ് അംഗീകരിക്കരുത്. വളരെ വിശദമായിട്ട് ഉപദേശിച്ചു. പക്ഷേ ദുര്യോധനന്റെ പ്രേരണയിൽ, തൻ്റെ മകനോടുള്ള സ്നേഹ ആധിക്യത്തിൽ അദ്ദേഹം വിതുരന്റെ വാക്കുകൾ കേട്ടില്ല. പകരം വിതുരൻ ആജ്ഞ കൊടുത്ത് വിളിച്ചു കൊണ്ടുവരാൻ. അങ്ങനെ ചെന്ന അന്ന് രാത്രി യുധിഷ്ഠിരന്റെ സൽക്കാരമെല്ലാം സ്വീകരിച്ച് യുധിഷ്ഠിരന്റെ കൊട്ടാരത്തിൽ വിതുരൻ കഴിയാണ്. അപ്പോൾ ഇളയച്ഛൻ എന്നുള്ള നിലയിൽ ഇളയച്ഛനോട് താൻ എന്താണ് ഈ കാര്യത്തിൽ ചെയ്യേണ്ടത് എന്ന് യുധിഷ്ഠിരൻ ചോദിക്കുന്നുണ്ട്. ചൂതുകളി ഏറ്റവും വലിയ പാതകമാണ്, അത് ദോഷമാണ്. ഞാൻ നാളെ സഭയിൽ വന്നിട്ട് ധൃതരാഷ്ട്രന്റെ ദൂതനായിട്ട് ചൂത് കളിക്കാൻ വേണ്ടിയിട്ട് അങ്ങയെ ആഹ്വാനം ചെയ്യും. പക്ഷേ അങ്ങ് അത് നിരസിക്കണം. ഇളയച്ഛൻ മകനെ, തൻ്റെ ജ്യേഷ്ഠന്റെ മകനെ ഉപദേശിച്ചു. യുധിഷ്ഠിരൻ പറഞ്ഞു, വെല്ലുവിളിച്ചാൽ സ്വീകരിക്കുക എന്നുള്ളത് ക്ഷത്രിയന്റെ ആചാരമാണ്, അനുഷ്ഠാനമാണ്, ക്ഷത്രിയന്റെ രീതിയാണ്, സമ്പ്രദായമാണ്. വെല്ലുവിളി സ്വീകരിക്കാതെ ഒഴിഞ്ഞു പോകുന്നത് ക്ഷത്രിയന് ഉചിതമല്ല. അതുകൊണ്ട് ഇതിൽ എന്തൊക്കെ കുഴപ്പമുണ്ടെന്ന് അങ്ങ് പറഞ്ഞാലും ഞാൻ വെല്ലുവിളി സ്വീകരിച്ചിരിക്കും. അന്നത്തെ നാട്ടു നടപ്പ്, ക്ഷത്രിയന്മാരുടെ ഇടയ്ക്കുള്ള നടപ്പ്, അത് വെല്ലുവിളിച്ചാൽ ആ വെല്ലുവിളി സ്വീകരിക്കുക എന്നുള്ളതാണ്. യുദ്ധത്തിന് വെല്ലുവിളിച്ചാലും ശരി, ചൂത് കളിക്കാൻ വെല്ലുവിളിച്ചാലും ശരി, അത് സ്വീകരിക്കുക എന്നുള്ളത് അന്നത്തെ നാട്ടു നടപ്പ്. അത് അവരുടെ ഒരു അഭിമാനത്തിന്റെ പ്രശ്നമാണ്. അതുകൊണ്ട് താനത് സ്വീകരിക്കുമെന്ന് യുധിഷ്ഠിരൻ പറഞ്ഞു. അരുത് എന്ന് വിതുരൻ പറഞ്ഞിട്ടും. കാരണം അത് നാട്ടു നടപ്പാണ്, രീതിയാണ്. ആ രീതിയെ താൻ കൈക്കൊള്ളാതിരിക്കുന്നത്, നാട്ടു നടപ്പിൽ നിന്നിട്ട് താൻ തെന്നിമാറുന്നത്, അത് ദോഷകരമാണ്, തെറ്റാണ് എന്ന് യുധിഷ്ഠിരൻ ധരിച്ചു വച്ചിരിക്കുന്നു. ധർമ്മത്തെയും അധർമ്മത്തെയും വേർതിരിക്കാൻ യുധിഷ്ഠിരൻ അവിടെ കാണുന്നില്ല. ജീവിതത്തിലെ പല സന്ദർഭങ്ങളിലും നമ്മുടെ മുന്നിൽ ഇത്തരം പ്രശ്നങ്ങൾ വന്നു ചേരും. ആ അവസരത്തിൽ നാട്ടുനടപ്പാണോ സ്വീകരിക്കേണ്ടത്? നാട്ടുനടപ്പും യഥാർത്ഥത്തിലുള്ളതായ ധർമ്മവും വിപരീതമായി വന്നാൽ അങ്ങനെയൊക്കെ വരാം. അപ്പോൾ ഏത് സ്വീകരിക്കണം? ധർമ്മത്തെ സ്വീകരിക്കണം. ചിലപ്പോൾ രണ്ട് ധർമ്മങ്ങൾ തന്നെ വിപരീതമായി വരാം ചില സന്ദർഭങ്ങളിൽ. അപ്പോൾ അതിലേതാണോ വലുത് അതിനെ സ്വീകരിക്കണം. സമൂഹത്തിനും കുടുംബത്തിനും ലോകത്തിനും ശ്രേയസ്കരമായിരിക്കുന്നത് പരമമായ ധർമ്മം, അതാണ് വലിയ ധർമ്മം. അതിനെ സ്വീകരിക്കണം. ലോകത്തിന് ഹിതകരമല്ലാത്തത്, മറ്റുള്ളവർക്ക് ദോഷകരമായി വരുന്നത്, അതിനെ സ്വീകരിക്കുക പാടില്ല. അതേത് സാഹചര്യത്തിലായാലും സ്വീകരിക്കുക പാടില്ല. വെല്ലുവിളി സ്വീകരിക്കുന്നത് ക്ഷത്രിയന്റെ ധർമ്മമാണ്, ക്ഷത്രിയന്റെ രീതിയാണ്. അത് അന്ന് നാട്ടുനടപ്പ് ഉണ്ടായിരുന്നു. പക്ഷേ അത് ചൂതുകളിക്കാണെങ്കിൽ ആ ചൂതുകളി കൊണ്ട് സമൂഹത്തിന് വിപത്തുണ്ടാകും എന്ന് ഉറപ്പുണ്ടെങ്കിൽ ആ നാട്ടുനടപ്പിനെ ഉപേക്ഷിക്കുകയാണ് വേണ്ടത്. ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ദൃഷ്ടാന്തം തന്നെ നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്. ഭഗവാൻ ശ്രീകൃഷ്ണൻ നിരായുധനായി യുദ്ധം ചെയ്യാത്തവനായ ഞാൻ ഒരു വശത്ത്, സർവ ആയുധ സന്നാഹങ്ങളോടുകൂടിയ കരുത്തുറ്റ എൻ്റെ സൈന്യം മറുവശത്ത്, ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം എന്ന് ദുര്യോധനോടും അർജുനനോടും പറഞ്ഞിട്ട് ആദ്യം അർജുനൻ തന്നെ യുദ്ധം ആസന്നമായി തീർന്നു. യുദ്ധം തുടങ്ങി. യുദ്ധത്തിന്റെ 3-ാം ദിവസം ഭീഷ്മപിതാമഹൻ ദുര്യോധനന് കൃഷ്ണൻ ആരാണ് എന്ന് വ്യക്തമാക്കി കൊടുക്കാൻ, കൃഷ്ണന്റെ മുന്നിൽ തന്റെ പ്രഭാവങ്ങൾക്കൊന്നും ഒരു പ്രസക്തിയുമില്ല എന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് തന്റെ സർവശക്തിയുമെടുത്ത് പാണ്ഡവന്മാരെ തകർത്തു മുന്നേറി. അർജുനനോട് കൃഷ്ണൻ പറഞ്ഞു,
മുത്തച്ഛനെ ഇപ്പോൾ തടഞ്ഞു നിർത്തണം, അദ്ദേഹത്തെ അമ്പെയ്ത് വീഴ്ത്തണം, ഇല്ലെങ്കിൽ ഇന്ന് യുദ്ധത്തെ ഒരു നിർണയത്തിൽ അദ്ദേഹം എത്തിക്കും എന്ന്. ആദ്യം അർജുനൻ തകർത്ത് യുദ്ധം ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ മുത്തച്ഛന്റെ ശരീരത്തിൽ നിന്നിട്ട് മുറിവേറ്റ് രക്തം ഇങ്ങനെ ഒഴുകുന്ന കണ്ടപ്പോൾ അർജുനന് സഹിച്ചില്ല. അർജുനന്റെ ആ ആക്രമണം മൃദുവായി തീർന്നു. അപ്പോൾ ഭീഷ്മന്റെ ആക്രമണം വളരെ കടുത്തതായിട്ട് അനുഭവപ്പെട്ടു തുടങ്ങി. അമ്പുകൾ കൊണ്ട് അർജുനനെ മൂടി. അർജുനനെ ഒരൊറ്റ അമ്പുകൊണ്ട് സംഹരിക്കും എന്നുള്ള ഘട്ടം വരെ എത്തി. ചന്ദ്രകലയുടെ ആകൃതിയിലുള്ളതായ ഒരു അമ്പെടുത്ത് അർജുനന്റെ കഴുത്തിന് നേരെ പിടിച്ചു. യാതൊരു സംശയവും കൂടാതെ ഭീഷ്മൻ അർജുനന്റെ കഴുത്ത് അറുത്ത് ദൂരെ എറിയും. മുന്നില് തേർത്തട്ടില് കൃഷ്ണൻ ഇരിപ്പുണ്ട്. അർജുനന്റെ കഴുത്ത് ഭീഷ്മൻ അറുത്തെറിഞ്ഞു കഴിഞ്ഞാൽ അർജുനൻ കൊല്ലപ്പെടും എന്ന് മാത്രമല്ല, പാണ്ഡവപക്ഷം യുദ്ധത്തിൽ പരാജയപ്പെടുകയും ചെയ്യും. പാണ്ഡവപക്ഷം പരാജയപ്പെട്ടാലോ ധർമ്മം പരാജയപ്പെടും. ധർമ്മത്തെ വിജയിപ്പിക്കാൻ, ധർമ്മത്തെ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് പാണ്ഡവപക്ഷം പടക്കിറങ്ങിയിരിക്കുന്നത്. ധർമ്മത്തെ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് താൻ ധർമ്മത്തിന്റെ പക്ഷത്ത് ചേർന്നിരിക്കുന്നത്. അവരുടെ മുഖ്യ പോരാളിയായിരിക്കുന്ന അർജുനന്റെ തേര് തെളിക്കുന്നതും അതുകൊണ്ടാണ്. അപ്പോൾ കൃഷ്ണന്റെ മുന്നിലുള്ള ചോദ്യം ഇതാണ്: ഒരു നിമിഷം കൂടി ഭീഷ്മന് കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഭീഷ്മൻ അർജുനന്റെ കഥ കഴിക്കും. എങ്കിൽ ധർമ്മം അതോടെ പരാജയപ്പെടും. അതിൽ നിന്നിട്ട് അർജുനനെ, ധർമ്മത്തെ രക്ഷിക്കണമെന്നുണ്ടെങ്കിലോ ഭീഷ്മനെ തടയണം, ഭീഷ്മനെ കൊല്ലണം. ആർക്ക് സാധിക്കും? പാണ്ഡവപക്ഷത്ത് ആർക്ക് സാധ്യമല്ല. അർജുനൻ തന്നെ ഇതാ ഉള്ള ആ ബഹുമാന സ്നേഹാദികളുടെ ആധിക്യത്താൽ തളർന്നു പോയിരിക്കുന്നു. തനിക്ക് സാധിക്കും, പക്ഷേ താനൊരു പ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്, ആയുധമെടുക്കില്ല എന്ന്, യുദ്ധം ചെയ്യില്ല എന്ന്. തന്റെ ആ പ്രതിജ്ഞ പാലിക്കുക എന്നുള്ളത് തന്റെ ധർമ്മമാണ്. രണ്ട് സത്യങ്ങൾ ഇവിടെ നേരെ വിപരീതമായി നിൽക്കുന്നു. രണ്ട് ധർമ്മ ശാസനങ്ങൾ നേരെ വിപരീതമായി നിൽക്കുന്നു. ഒന്ന്, കൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം കൃഷ്ണന്റെ പ്രതിജ്ഞ, അതിന് വിപരീതമായിട്ട് തന്റെ പ്രതിജ്ഞ പരിപാലിക്കാൻ താൻ നിന്നാൽ, ആയുധമെടുക്കാതിരുന്നാൽ അർജുനൻ കൊല്ലപ്പെടും എന്ന് വെച്ചാൽ ധർമ്മം എന്നേക്കുമായിട്ട് പരാജയപ്പെടും. ധർമ്മത്തെ പരാജയപ്പെടാൻ വിടണമോ അതോ തന്റെ ധർമ്മത്തെ കൈവിടണമോ? ആയുധമെടുക്കില്ല എന്നുള്ള പ്രതിജ്ഞയെ കൈവിടണമോ? ഇതാണ് ചോദ്യം. രണ്ട് ധർമ്മങ്ങൾ വിപരീതമായി നിൽക്കുകയാണ്. ഈ ഘട്ടത്തിൽ വലുതേതോ അത് സ്വീകരിക്കണം, ചെറുതിനെ ഉപേക്ഷിക്കണം.